വെൽക്കം ബാക്ക് ടു ദി ലോസ്റ്റ് ഹിസ്റ്ററി മലയാളം. ഞാൻ സബീഷ് സാവത്രി നാരായണൻ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഏഞ്ചൽ നമ്പർ 8 അതിൻ്റെ സീക്വൻസിൽ വരുന്ന 88, 888, 8888 എന്നീ 4 ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പുതിയതായിട്ട് ഈ ഒരു ചാനൽ വന്ന് എന്താണ് ഏഞ്ചൽ നമ്പർ എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ ചെയ്തു വെച്ച പല വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഏഞ്ചൽ നമ്പർ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് അതിൻ്റെ സീക്വൻസിൽ വരുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇതിന് മുമ്പത്തെ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി. നമ്പർ 8. അപ്പോൾ 8ൻ്റെ ഒരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് 8ൻ്റെ പണി എന്നൊക്കെ. അപ്പോൾ അങ്ങനെ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു തുടക്കമില്ല അവസാനമില്ല. അതായത് നമുക്ക് പണി കിട്ടിയാണെങ്കിൽ കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ള രീതിയിൽ ആ ഒരു കൺസെപ്റ്റിലാണ് 8ൻ്റെ പണി എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം നെഗറ്റീവ് മാത്രമല്ല, ഈ പോസിറ്റീവായി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കിട്ടിക്കഴിയുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് അത് തന്നെ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്, ഇല്ലെങ്കിൽ ഒരു ആഹ്വാനമായിട്ട് നമുക്ക് ഈ 8 എന്ന ഏഞ്ചൽ നമ്പർ നമ്മൾ സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ നമുക്കതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ എല്ലാം ജീവിതത്തിനെ പുതിയ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സമയമായി എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു നമ്പറായിട്ട് നിങ്ങൾക്ക് ഈ 8നെ കണക്കാക്കാം. ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ഒരു പക്ഷേ ആത്മീയമായ ജീവിതത്തിലാവാം, അല്ലെങ്കിൽ ലൗകികമായ ജീവിതത്തിലാവാം. സാധാരണ ഈ ഏഞ്ചൽ നമ്പർ 8നെ കുറിച്ച് പറയാറ് ഇറ്റ്സ് റെപ്രസെൻറ്റ് ദി ക്ലെൻസിങ് ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് അവർ സോൾ എന്നുള്ള രീതിയിലാണ്. എപ്പോഴാണോ നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആശകളെ അതിനെ പ്യൂരിഫൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്, മിക്കവാറും അത്തരം സന്ദർഭങ്ങളിലാണ് കൂടുതൽ ആളുകളും ഈ 8 എന്ന ഏഞ്ചൽ നമ്പർ കൂടുതലായിട്ട് അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് വന്നുപെടാറുള്ളത്. അപ്പോൾ ഏതായാലും ഇനി നിങ്ങളുടെ ലൈഫിനകത്ത് 8 എന്ന ഈ ഒരു ഏഞ്ചൽ നമ്പർ സ്ഥിരമായി കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യേണ്ട സമയമായിരിക്കുന്നത്. ഏത് രീതിയിലാണ് എന്നുള്ളത് മിക്കവാറും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ. കാരണം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ രീതി ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ, എന്തെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിന് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് അത് ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്താൻ അത് നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. സോ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ 8 എന്ന നമ്പർ കാണുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മൈൻഡിലുണ്ടായിക്കോട്ടെ. അടുത്തത് 88 ആണ്, 88. ഇതിനെ ഈ 88 എന്ന് പറയുന്ന ഈ സംഖ്യ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യു ആർ റെഡി ടു റിസീവ് എ ഹ്യൂജ് വെൽത്ത്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സമ്പത്തും അല്ലെങ്കിൽ ഒരുപാട് സന്തോഷവും സമാധാനവും വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് 88 എന്ന ഏഞ്ചൽ നമ്പർ സാധാരണയായിട്ട് കാണാറ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. അതായത് നമ്മുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സംഖ്യയായിട്ടാണ് 88നെ കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ നിറവേറാൻ പോകുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് കൂടി ഈ ഒരു 88നെ നിങ്ങൾക്ക് കണക്കിലെടുക്കാം. ഈ ഒരു സീരീസിൽ അടുത്തായിട്ട് വരുന്നത് 888 ആണ്, 888. സ്റ്റേ ട്യൂൺ ടു യുവർ മോറൽ ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വ്യക്തിജീവിതത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാം മുറുകെ പിടിക്കുന്ന പല ആദർശങ്ങളും പല പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ പല കാഴ്ചപ്പാടുകളും ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ലൈഫിൻ്റെ ചില സമയത്ത് നമുക്ക് തന്നെ തോന്നും ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനീ പിടിച്ചിരിക്കുന്ന ആദർശങ്ങളും ഞാനീ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടും കറക്റ്റാണോ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ തന്നെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിലാണ് മിക്കവാറും നിങ്ങൾ ഈ 888 കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 888 നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് യു ആർ ഓൺ ദ റൈറ്റ് വേ. എന്താണോ നിങ്ങളെ ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുത്ത ആ ഒരു സംഭവങ്ങളെല്ലാം അത് മുറുകെ പിടിക്കാനുള്ള ഒരു ആഹ്വാനമായിട്ടാണ് ഈ 888 നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. പറഞ്ഞു വന്നത്, നിങ്ങളുടെ മനസ്സ് ചഞ്ചലമായിരിക്കുന്ന സമയത്ത്, പല തോട്ടുകളും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ആശയങ്ങളും
നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം മുറുകെ പിടിക്കാൻ വേണ്ടി നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു നമ്പറായിട്ട് വേണം ഈ ഒരു 888 നിങ്ങൾ കണക്കിലാക്കി എടുക്കുക. ഇതിനെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ പ്രപഞ്ചം നമുക്ക് തരുന്നത് നമുക്കത് സ്വീകരിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് കൂടി നോക്കിയിട്ടാണ്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ് ചഞ്ചലമായിരിക്കുന്നത് ഇത്രയും കാലം നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ ഒരു റൂട്ടിനകത്ത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടാക്കിയ ആ ഒരു സിസ്റ്റം അത് തെറ്റാണെന്ന് നിങ്ങളെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്താണോ നിങ്ങളുടെ മൈൻഡിലുള്ളത് അതിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുക. ആ ഒരു പിടിച്ചു നിൽക്കലാണ് പ്രപഞ്ചത്തിന് ആവശ്യം. അപ്പോൾ അതിനുള്ളൊരു സൈനായിട്ട് വേണം നിങ്ങൾ ഈ 888 കാണാൻ. അപ്പോൾ എന്താണോ നിങ്ങൾ മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങൾ അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുറുകെ പിടിക്കുക. അതിനുശേഷമായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ ഒരു ഹ്യൂജ് സന്തോഷമായിക്കോട്ടെ, അല്ലെങ്കിൽ അത് സാമ്പത്തികമായിട്ട് ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഈ ഒരു സീക്വൻസിൽ അടുത്തായിട്ട് വരുന്നത് 8888 ആണ്. അതായത് ഇത്രയും കാലം നിങ്ങളുടെ ലൈഫിനിടയ്ക്ക് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചിലവഴിച്ചോ, എന്തെല്ലാം നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് കൊടുത്തോ, അതെല്ലാം തിരിച്ച് ഇരട്ടിയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നതിൻ്റെ ഒരാഹ്വാനമായിട്ട് വേണം ഈ 8888 എന്ന ഏഞ്ചൽ നമ്പേഴ്സിനെ നിങ്ങൾ എടുക്കാൻ. നമ്മുടെ ലൈഫിൽ നമ്മൾ പലരെയും കണ്ടു കാണും, അയാളുടെ സ്വന്തം ആവശ്യത്തിനല്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ നന്നായി കാണാൻ വേണ്ടി അവർക്ക് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കി എന്നാൽ സ്വന്തമായിട്ടൊന്നും നേടാൻ കഴിയാതിരിക്കുന്ന ഒരുപാട് പേരുകളുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾ, അതായത് ഞാനീ പറഞ്ഞൊരു പോയിന്റ് ശ്രദ്ധിക്കണം, അത്തരം ആളുകൾ ഒരു പ്രത്യേക സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിനകത്താണ് നിങ്ങൾ ഇത്തരം 8888 എന്ന നമ്പർ കാണുകയാണെങ്കിൽ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കൊടുത്തതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ട് വേണം ഈ 8888 എന്ന് പറഞ്ഞ ഏഞ്ചൽ നമ്പറിനെ നിങ്ങൾ കണക്കിലെടുക്കുക. അപ്പോൾ ഏതായാലും കൂടുതൽ ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ചെറിയ വീഡിയോ ആക്കാൻ വേണ്ടി തന്നെ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. പിന്നെ ഇത്തരം വിഷയങ്ങൾ താല്പര്യമുള്ള, അല്ലെങ്കിൽ ഇത്തരം കണ്ടന്റുകൾ ഇഷ്ടമുള്ള പുതിയ ഒരു മെമ്പറാണ് നിങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതുവരെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.